ഡൊണാൾഡ് ട്രംപ് പണ്ടോറയുടെ പെട്ടി തുറന്നിരിക്കുകയാണ്. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി അധികാരത്തിലേറുന്നതിന് 2 ദിവസം മുമ്പ് ട്രംപ് പുതുതായി ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കിയപ്പോൾ യുഎസിലെ തന്നെ സാമ്പത്തിക വിദഗ്ധരുൾപ്പെടെ നടത്തിയ അഭിപ്രായ പ്രകടനമായിരുന്നു ഇത്. ഗ്രീക്ക് പുരാണത്തിൽ പണ്ടോറ തുറന്ന പെട്ടി ലോകത്തിന് മുഴുവൻ നാശവും തിന്മയും സമ്മാനിച്ച പോലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ട്രംപ് നടത്തിയ നീക്കങ്ങളും അധികാരമേറ്റയുടൻ നടത്തിയ നടപടികളും ലോകത്തെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടോറ തുറന്ന പെട്ടിയിൽ നിന്ന് പുറത്തു വന്ന തിന്മയുടെയും നാശത്തിന്റെയും കൂട്ടം പോലെ ട്രംപിന്റെ നടപടികളും ലോകത്തെ മുഴുവൻ കഷ്ടതയിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇറക്കുമതി വസ്തുക്കൾക്ക് മേൽ ഉയർന്ന താരിഫ് ചുമത്തി ആഗോളതലത്തിൽ വീണ്ടും ഒരു വ്യാപാര യുദ്ധത്തിന് കളമൊരുക്കിയും പലപ്പോഴും ലോകത്തിന് മുഴുവൻ സാന്ത്വനമായി അനുഭവപ്പെടാറുള്ള ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയും അവരുടെ പ്രവർത്തനത്തിന് നൽകുന്ന ഫണ്ട് നിർത്തിയും ആഗോള താപനം ചെറുക്കുന്നതിന് 2015 ഒപ്പുവെച്ച പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവലിഞ്ഞുമെല്ലാം ട്രംപ് നടത്തിയ നീക്കങ്ങളത്രയും മാനവരാശിക്ക് മുഴുവൻ ഭീഷണിയായി മാറുമെന്നുറപ്പാണ്. ആഗോള വ്യാപാര പാതയിൽ പ്രധാനമായ പനാമ കനാൽ സ്വന്തമാക്കുമെന്ന ഉത്തരവ് പനാമക്ക് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കും തിരിച്ചടിയാകും. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടലെന്നാക്കിയുള്ള ട്രംപിന്റെ ഉത്തരവ് വെറുമൊരു പേരുമാറ്റം മാത്രമായി കാണാനൊക്കില്ല. ക്യൂബയെ ഭീകരരാക്കിയതും ഇന്റർനെറ്റിലെ അധോലോകം എന്നറിയപ്പെടുന്ന ഡാർക്ക് വെബ് സ്ഥാപകൻ റോസ് വില്യം ഉൾബ്രിക്റ്റിനെ പോലെ നിഗൂഢ മയക്കുമരുന്ന് സംഘത്തലവന്മാർക്ക് മാപ്പ് നൽകിയുമെല്ലാം ട്രംപ് ലോകത്തെ വീണ്ടും മുൾമുനയിൽ നിർത്തുകയാണ്. ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയതും അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാട് കടത്താനുള്ള തീരുമാനവുമെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഒറ്റ നിമിഷം കൊണ്ട് ആശങ്കയിലേക്ക് തള്ളിവിട്ടത്. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നതിന് പ്രശ്നങ്ങളോ നിർഭാഗ്യങ്ങളോ കൊണ്ടുവരുന്നതിന് പൊതുവെ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് പണ്ടോറയുടെ പെട്ടി തുറക്കൽ എന്നത്. പണ്ടോറയെയും പണ്ടോറയുടെ പെട്ടിയെയും കുറിച്ച് നിരവധി ആഖ്യാനങ്ങളുണ്ട്. ഭൂമിയിലെ ആദ്യ സ്ത്രീയായാണ് പണ്ടോറയെ ഗ്രീക്ക് പുരാണം പരിചയപ്പെടുത്തുന്നത്. പണ്ടോറയ്ക്ക് വിവാഹ സമ്മാനമായി ലഭിച്ചതാണ് പെട്ടിയെന്നും അതല്ല മെർക്കുറി ദേവൻ പണ്ടോറയുടെ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് പെട്ടിയെന്നുമുള്ള വ്യത്യസ്ത കഥകളുണ്ട്. ഏതായാലും ഒരിക്കലും തുറക്കരുതെന്ന മുന്നറിയിപ്പോടെയാണ് പണ്ടോറയ്ക്ക് ഈ പെട്ടി ലഭിക്കുന്നത്. സ്വർണ്ണനൂലുകൊണ്ട് കെട്ടി ഭദ്രമാക്കി വെച്ച പെട്ടിക്കുള്ളിൽ എന്താവുമെന്ന ജിജ്ഞാസ പണ്ടോറയെ കൊണ്ട് പെട്ടി തുറപ്പിച്ചു. അങ്ങനെ അതിൽ നിന്ന് പുറത്തു വന്നവ മാനവരാശിക്ക് മുഴുവൻ ശാപമായി മാറിയെന്ന് ഗ്രീക്ക് പുരാണം പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന തീരുമാനങ്ങളെയും നടപടികളെയും വിശേഷിപ്പിക്കാൻ ഇപ്പോഴും പണ്ടോറയുടെ പെട്ടി തുറന്ന പോലെ എന്ന് പറയുന്നത്. പുരാതന ഗ്രീസിൽ ജീവിച്ചിരുന്ന സഹോദരന്മാരായിരുന്നു പ്രോമിത്യൂസും എപ്പിമെത്യൂസും. പ്രോമിത്യൂസ് സ്വർഗത്തിൽ നിന്ന് തീ മോഷ്ടിച്ച് മനുഷ്യർക്ക് നൽകിയത് ഗ്രീക്ക് ദേവന്മാരെ അസ്വസ്ഥരാക്കി. ഇതിന് ദേവന്മാരുടെ രാജാവും ശക്തനുമായ സിയൂസ് പ്രോമിത്യൂസിനെയും എപ്പിമെത്യൂസിനെയും ശിക്ഷിച്ചുവെന്നും എപ്പിമെത്യൂസിനോട് പണ്ടോറയെ സമ്മാനിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുകയായിരുന്നുവെന്നുമാണ് പുരാതന ഗ്രീക്ക് കവിയായിരുന്ന ഹെറിയോഡ് പറയുന്നത്. ഗ്രീക്കുകാരുടെ വിശ്വാസപ്രകാരം അവരുടെ ദേവന്മാർ ഒളിമ്പസ് പർവ്വത നിരകളിലാണ് താമസിച്ചിരുന്നത്. ഈ ഒളിമ്പ്യൻ ദൈവങ്ങളെ വെല്ലുവിളിച്ച് അവരിൽ നിന്ന് തീയെടുത്ത് സാങ്കേതിക വിദ്യയുടെയും അറിവിന്റെയും നാഗരികതയുടെയും രൂപത്തിൽ പ്രോമിത്യൂസ് മനുഷ്യന് നൽകി എന്നാണ് ഐതിഹ്യം. നിത്യദണ്ഡനമാണ് പ്രോമിത്യൂസിന് സിയൂസ് നൽകിയ ശിക്ഷ. ഇതുപ്രകാരം പ്രോമിത്യൂസ് ഒരു പാറയിൽ ബന്ധിക്കപ്പെടുകയും അവന്റെ കരൾ തിന്നാൻ ഒരു കഴുകനെ അയക്കുകയും ചെയ്തു. കരൾ മനുഷ്യവികാരങ്ങളുടെ ഇരിപ്പിടമാണെന്നായിരുന്നു പുരാതന ഗ്രീക്കുകാരുടെ വിശ്വാസം. ഓരോ ദിവസവും പ്രോമിത്യൂസിന് പുതിയ കരൾ സൃഷ്ടിക്കപ്പെടുകയും കഴുകൻ വന്ന് അവനെ കൊത്തിക്കൊത്തി ആ കരൾ ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും തുടർന്ന ഈ ക്രൂരമായ പീഡനം അവസാനം ഹെർക്കുലിസ് പ്രോമിത്യൂസിനെ രക്ഷിക്കും വരെ തുടർന്നുകൊണ്ടേയിരുന്നുവെന്നും ഹെസിയോഡ് പറയുന്നു. സിയൂസ് പണ്ടോറയെ സൃഷ്ടിച്ചത് അതിസുന്ദരിയായാണ്. സുന്ദരിയായ പണ്ടോറയെ കണ്ട എപ്പിമെത്യൂസിന് അവളെ വിവാഹം കഴിക്കണമെന്നായി. വിവാഹ സമ്മാനമായി ദേവന്മാർ പണ്ടോറയ്ക്ക് മനോഹരമായ പെട്ടിയാണ് സമ്മാനമായി നൽകിയത്. എന്നാൽ പെട്ടി ഒരിക്കലും തുറക്കരുതെന്ന് അവർ പണ്ടോറയോട് പറഞ്ഞിരുന്നു. സൗന്ദര്യത്തിനൊപ്പം ഒടുങ്ങാത്ത ജിജ്ഞാസയും സിയൂസ് പണ്ടോറയ്ക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്തായിരിക്കുമെന്നായി എപ്പോഴും അവളുടെ ചിന്ത. അതിമനോഹരമായ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പണം എന്തായിരിക്കും പെട്ടിയിലെന്ന ചിന്ത അവളെ ആകുലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരിക്കലും തുറക്കാനാവാത്ത, ഉള്ളിൽ എന്തെന്നറിയാതെ സ്വർണ്ണനൂലിൽ പൊതിഞ്ഞ ഒരു പെട്ടി വെറുതെ കാത്തുവെച്ചിട്ടെന്തു കാര്യം? അങ്ങനെ ഒരു ദിവസം എപ്പിമെത്യൂസ് വീട്ടിലില്ലാതിരുന്നപ്പോൾ ദേവന്മാരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് പണ്ടോറ ആ പെട്ടി തുറന്നു. പണ്ടോറ പെട്ടി തുറന്നതോടെ വിദ്വേഷം, അത്യാഗ്രഹം, രോഗം, അസൂയ, മരണം എന്നിങ്ങനെ മനുഷ്യരാശിയെ ബാധിച്ച ലോകത്തിലെ എല്ലാ ഭയാനകമായ തിന്മകളും പെട്ടിയിൽ നിന്ന് പുറത്തു വന്നു. അന്നുവരെ ഇതൊന്നുമില്ലാതെ സുഖകരമായി ജീവിക്കുകയായിരുന്നു മനുഷ്യൻ. തിന്മകളെല്ലാം പുറത്തു വരുന്നത് കണ്ടതോടെ അവർ പൊട്ടിക്കരയുകയും പെട്ടെന്ന് തന്നെ പെട്ടിയുടെ മൂടി അടക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. പണ്ടോറയുടെ കരച്ചിൽ കേട്ട് എപ്പിമെത്യൂസ് അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. പണ്ടോറ ശൂന്യമായ പെട്ടി വീണ്ടും തുറന്നു കാണിച്ചു.
എന്നാൽ അവളത് വീണ്ടും അടക്കും മുമ്പ് അതിൽ അവശേഷിച്ചിരുന്ന സുന്ദരിയായ ഒരു പൂമ്പാറ്റ പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. തന്നെ സ്വതന്ത്രമാക്കിയതിന് നന്ദി പറഞ്ഞ അവൾ പണ്ടോറയ്ക്ക് ഒരു വലിയ പുഞ്ചിരി നൽകി. എല്ലാ തിന്മകളും അരങ്ങു തകർക്കുന്നതിനിടയിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും തിരുനാളം ആ പുഞ്ചിരിയിൽ അവതരിപ്പിക്കപ്പെട്ടു. എപ്പിമെത്യൂസും പണ്ടോറയും വീടിന്റെ പൂമുഖത്തിരിക്കുമ്പോൾ മെർക്കുറി ദേവൻ ഒരു കറുത്ത പെട്ടി ചുമലിലേറ്റി വരുന്നതും ഭദ്രമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് പെട്ടി അവരെ ഏൽപ്പിക്കുന്നതുമാണ് മറ്റൊരു കഥ. മെർക്കുറി ദേവൻ തിരിച്ചു പോകുമ്പോൾ ഭദ്രമായി സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയ എപ്പിമെത്യൂസ് എന്താണ് പെട്ടിയിലെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയേണ്ടതില്ല, ഒരു കാരണവശാലും പെട്ടി തുറന്നു നോക്കരുത് എന്നായിരുന്നു മറുപടി. തുറക്കുക പോയിട്ട് അതിലേക്ക് നോക്കുക പോലുമില്ലെന്ന് എപ്പിമെത്യൂസ് ഉറപ്പു നൽകുകയും ചെയ്തു. മെർക്കുറി ദേവൻ പോയതോടെ പണ്ടോറയുടെ ഉള്ളിൽ പെട്ടിയിൽ എന്തായിരിക്കുമെന്നറിയാൻ അതിയായ ആകാംക്ഷയായി. വൈകുന്നേരമായപ്പോൾ എപ്പിമെത്യൂസ് സാധാരണ പോലെ നൃത്തം ചെയ്യാൻ പോകാൻ പണ്ടോറയെ വിളിച്ചെങ്കിലും പെട്ടിയിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവർ പോയില്ല. പോകും മുമ്പ് മെർക്കുറി ദേവൻ തന്ന പെട്ടിയിൽ തൊടുക പോലും ചെയ്യരുതെന്ന് പണ്ടോറയെ ഒന്നുകൂടി എപ്പിമെത്യൂസ് ഓർമ്മിപ്പിച്ചു. ഇല്ലെന്നവൾ ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ എപ്പിമെത്യൂസ് പോയെന്ന് ഉറപ്പുവരുത്തിയ അവൾ മെർക്കുറി ദേവൻ തന്ന പെട്ടി അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്താകും ഇതിനുള്ളിൽ? ആ ചിന്ത അവളെ വല്ലാതെ അലട്ടി. അവൾ മുന്നോട്ട് നീങ്ങി സ്വർണ്ണ നൂലുകൊണ്ട് കെട്ടി ഭദ്രമാക്കി വെച്ചിരുന്ന പെട്ടിക്കടുത്തെത്തി. ഇതോടെ അവൾക്ക് അതിനുള്ളിൽ നിന്ന് എന്തെല്ലാമോ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി. അവൾ പെട്ടിയോട് തൻ്റെ ചെവി ചേർത്ത് വെച്ചു. അപ്പോൾ അതിൽ പണ്ടോറ, ഞങ്ങളെ സ്വതന്ത്രരാക്കൂ എന്ന് ആരോ അവളോട് പറയുന്ന പോലെ തോന്നി. അവൾ സാവധാനം പെട്ടി കെട്ടിയ സ്വർണ്ണ നൂലിൽ കൈവച്ചഴിക്കാൻ നോക്കി. പക്ഷേ അഴിക്കാൻ കഴിയുന്നില്ല. പിന്നാലെ അല്പം കൂടി ശക്തിയിൽ വലിച്ചതോടെ പെട്ടിയിൽ കെട്ടിയ സ്വർണ്ണ നൂൽ അഴിഞ്ഞു. ഇതിനിടെ എപ്പിമെത്യൂസ് വരുന്ന പോലെ തോന്നിയതോടെ അവനെത്തും മുമ്പ് പെട്ടി തുറക്കാൻ അവൾ വേഗം കൂട്ടി. അകത്തെത്തിയ എപ്പിമെത്യൂസ്, പണ്ടോറ, നീ എന്ത് പണിയാണ് ഈ ചെയ്തത്? മെർക്കുറി ദേവൻ പറഞ്ഞത് മറന്നുപോയോ എന്ന് ചോദിച്ചു. എന്നാൽ ഇതിനിടെ അവൾ പെട്ടി തുറന്നു കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ അതിൽ നിന്ന് തവിട്ട് നിറത്തിലുള്ള പാറ്റകളെപ്പോലെ ചിറകുള്ള ഒട്ടേറെ ജീവികൾ പുറത്തേക്ക് വന്ന് എപ്പിമെത്യൂസിനെയും പണ്ടോറയെയും തലങ്ങും വിലങ്ങും കുത്തി. അവരുടെ ദേഹമാസകലം മുറിഞ്ഞു. അവർ വേദന കൊണ്ട് നിലവിളിച്ചു. അതുവരെ വേദന എന്തെന്ന് പോലും അവർ അറിഞ്ഞിരുന്നില്ല. എപ്പിമെത്യൂസ് കോപവും വേദനയും കൊണ്ട് അലറി വിളിച്ചു. കുറെ ജീവികൾ പറന്നു ചെന്ന് നൃത്തം ചെയ്യുന്നവരെയും കുത്തി. അവരും ഉച്ചത്തിൽ നിലവിളിച്ചു. അന്ന് വരെ വേദന എന്തെന്നറിയാതിരുന്ന മനുഷ്യൻ വേദന കൊണ്ട് പുളഞ്ഞു. കോപമെന്തെന്ന് അന്ന് വരെ അറിയാത്തവർ അന്ന് പരസ്പരം ദേഷ്യത്തിൽ സംസാരിച്ചു. അതിനിടയിൽ പെട്ടിക്കുള്ളിൽ നിന്ന് മറ്റൊരു ശബ്ദം കൂടി കേട്ടു. പണ്ടോറ, പണ്ടോറ, ഞങ്ങളെ കൂടി തുറന്നു വിടൂ. പണ്ടോറ എപ്പിമെത്യൂസിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാൻ? അവളെയും തുറന്നു വിട്ടോളൂ. പണ്ടോറ പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്ന് വെള്ള ചിറകുകളുള്ള ജീവികൾ പുറത്തേക്ക് പറന്നു. അവ തവിട്ട് നിറമുള്ള ജീവികൾ വരുത്തിയ മുറിപ്പാടുകളിൽ ചിറകുകൾ ഉരസി അവ സുഖപ്പെടുത്തി. ഇനിയും തവിട്ട് നിറമുള്ള ജീവികൾ വരുത്തിയ മുറിവുകൾ സുഖപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞു അവ പറന്നകന്നു. ഇങ്ങനെയാണ് വഴക്കും തിന്മയും കോപവും വേദനയും രോഗവും മരണവുമെല്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായതെന്നാണ് ഗ്രീക്കുകാരുടെ വിശ്വാസം. തിന്മകളുടെ ഉറവിടത്തെ വിശേഷിപ്പിക്കാൻ പണ്ടോറയുടെ പെട്ടി തുറന്നുപോലെ എന്ന പ്രയോഗവുമുണ്ടായി. പെട്ടിയിൽ നിന്ന് ഒടുവിൽ പുറത്തു വന്ന പ്രത്യാശയുടെ ജീവികൾ മനുഷ്യരാശിക്ക് പ്രതീക്ഷ സമ്മാനിച്ചു. പെട്ടിക്കുള്ളിലെ തിന്മകളെ ജീവിതത്തിന്റെ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളുമായും പ്രത്യാശയെ ആ വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള ശുഭാപ്തി വിശ്വാസവുമായും സഹിഷ്ണുതയുമായും കണക്കാക്കാമെന്നും ഹെസിയോഡ് വിവരിക്കുന്നുണ്ട്. ഏതായാലും ട്രംപ് തുറന്നുവിട്ട ഈ ദുർഭൂതങ്ങളെ ലോകത്തിന് നേരിടാനാകുമെന്നതിൽ സംശയമില്ല. ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസിയിൽ ഇന്നലെയുണ്ടായ ഇടിവ് ഈ പ്രത്യാശയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.